ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് നമ്മുടെ ഉത്സവമാണ് കേട്ടോ. നമ്മുടെ ഏഴംകുളത്ത് അമ്പലത്തിൽ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണിന്ന്. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ, തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ റെഡി ആവുന്നുണ്ട്. പിന്നെ നമ്മൾ എളുപ്പം അമ്പലത്തിലെത്തി തൊഴുതു പ്രാർത്ഥിച്ച് പിന്നെ പ്രസാദമൊക്കെ പായസമൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച്. സൂപ്പർ പായസമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി മധുരമൊക്കെയുള്ള പായസമായിരുന്നു. പിന്നെ എന്താ പറയുക, ക്ഷീണിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. നല്ല നല്ല അടിപൊളി അമ്മയുടെ ആ ഒരു പച്ചക്കറി ഒക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്ലേവർ. എനിക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ കഴിച്ചു കേട്ടോ, ഞാനും അമ്മയും അമ്മൂമ്മയും അപ്പായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉത്സവമൊക്കെ അല്ലേ, നമ്മുടെ കുറച്ച് സദ്യയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അമ്മ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പം ഞാൻ അമ്മയെ സഹായിക്കാമെന്ന് വിചാരിച്ചു ചെറിയ രീതിയിൽ. അപ്പം ഞങ്ങൾക്കൊരു ഓണം പോലാണ് കേട്ടോ ഞങ്ങളുടെ ഉത്സവം. പിന്നെ ഞാൻ ഉത്സവ സ്ഥലത്ത് നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ള്. അപ്പോൾ കുറച്ച് ഒരു 2 ക്യൂടെക്സ് മേടിച്ചു. പിന്നെ ഈ വരുന്ന ഒരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു റെഡ് കളർ ഫ്ലവറുള്ള ഒരു അടിപൊളി ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വൈറ്റ് കളർ ഫ്ലവർ വരുന്ന ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഹാർട്ടും റിബണും ഒക്കെ വരുന്നത്. പിന്നെ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വളകൾ തന്നെ പലതരം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കിളിങ്ങുന്ന വള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു മൈലാഞ്ചി മേടിച്ചു ഇട്ടു. പിന്നെ കുറച്ച് ചീപ്പ് മേടിച്ചിട്ടുണ്ട്. ഈ പെയിൻ ചീപ്പ്, ഈരോരി അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മാമൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമനും അപ്പായും കൂടെ തമ്മിൽ ഒത്തിരി കത്തിയടി വെച്ചു. ഭയങ്കര നല്ല രസമായിരുന്നു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ ഉച്ചഭക്ഷണം വിളമ്പി. ചോറ്, സാമ്പാർ, സലാഡ്, പിന്നെ തോരന്, പിന്നെ പരിപ്പ് കറി, പിന്നെ അവിയൽ, പിന്നെ മോര്, വെള്ളം അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിക്കാനിരുന്നു. എല്ലാം ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ് കേട്ടോ. അടിപൊളി സദ്യയായിരുന്നു. ഒരു ഓണം പോലാണ് ഗൈസ് ഞങ്ങളുടെ കുംഭഭരണി എന്ന് പറയുന്നത്. മാമൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മൂമ്മ അവിടെ നിന്ന് കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഞാനിരുന്ന് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല വിശപ്പ്, അതിനോട് പെട്ടെന്ന് വാരി കഴിച്ചേ. പിന്നെ നമ്മുടെ അപ്പ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഫോൺ അങ്ങോട്ട് മാറ്റി വെച്ച് അന്തസ്സായിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോവാണ് കേട്ടോ. അങ്ങനെ അമ്പലമെത്തി നമ്മൾ തുടങ്ങി കേട്ടോ നമ്മുടെ ആഘോഷങ്ങൾ. അപ്പോൾ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കോൽക്കുതിരയൊക്കെ കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കോൽക്കുതിരയെ കെട്ട് കാണാം. അപ്പോൾ അമ്മ എല്ലാ കരകളിലെയും കോൽക്കുതിരയെ കെട്ട് കാണാൻ പോയിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പടക്കത്തിൻ്റെയൊക്കെ സൗണ്ടൊക്കെ നല്ല രസമായിരുന്നു കേൾക്കാൻ വേണ്ടി. പക്ഷേ അടുത്തടുത്ത് കേൾക്കുമ്പോൾ എനിക്ക് എന്തോ തരത്തിലൊരു ഫീലിങ്സ്. അപ്പോൾ അടിപൊളിയായിരുന്നു ഈ പ്രാവശ്യത്തെ ഉത്സവം.